സ്റ്റുഡൻസ്, നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഡേറ്റ ടൈപ്പ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. അതിനകത്തുള്ള ടോപ്പിക്ക് തന്നെ ടൈപ്പ് കൺവേർഷൻ. ടൈപ്പ് കൺവേർഷൻ എന്താണ് ഞാൻ പറഞ്ഞത്? ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിങ് എ ഡേറ്റ ടൈപ്പ് ഓഫ് ആൻ ഓപ്പറൻറ്റ് ടു അനദർ ഡേറ്റ ടൈപ്പ്. ഒരു ഓപ്പറൻറ്റിനെ ഒരു ഓപ്പറൻറ്റ് ഡേറ്റ ടൈപ്പിനെ വേറൊരു ഡേറ്റ ടൈപ്പായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. അത് രണ്ട് രീതിയിലുണ്ട്, ഇംപ്ലിസിറ്റും ഉണ്ട്, എക്സ്പ്ലിസിറ്റും ഉണ്ട്. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനും എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനും. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷന് പറയുന്ന വേറൊരു പേരാണ് ടൈപ്പ് പ്രൊമോഷൻ എന്നും പറയും. ടൈപ്പ് പ്രൊമോഷൻ. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് data type of an operand to another data type. By the compiler. ഇവിടെ കൺവേർഷൻ നടക്കുന്നത് കമ്പൈലറാണ് ഒരു ഓപ്പറൻറ്റ് ഡേറ്റ ടൈപ്പിനെ വേറൊരു ഓപ്പറൻറ്റ് ഡേറ്റ ടൈപ്പായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ്, ഒരു ഓപ്പറൻറ്റ് ഡേറ്റ ടൈപ്പിനെ വേറൊരു ഡേറ്റ ടൈപ്പായിട്ട് കൺവേർട്ട് ചെയ്യും. ഒരു കാര്യം ഇങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. ലോ ലെവൽ ഡേറ്റ ടൈപ്പിൽ നിന്ന് ഹയർ ലെവൽ ഡേറ്റ ടൈപ്പിലേക്കാണ് കൺവേർഷൻ. ലോ ലെവൽ ഡേറ്റ ടൈപ്പിൽ നിന്ന് ഹയർ ലെവൽ ഡേറ്റ ടൈപ്പിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അതായത് ഇൻറ്റിജർ ടു ഫ്ലോട്ട് പറ്റും, ഇൻറ്റിജർ ടു ഡബിൾ പറ്റും, ഇൻറ്റിജർ ടു ലോങ് പറ്റും. കാരണം ഇൻറ്റിജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ലെവൽ ഡേറ്റ ടൈപ്പാണ്, ബാക്കിയെല്ലാം ഹയർ ലെവൽ ഡേറ്റ ടൈപ്പാണ്. ഡബിൾ ടു ഇൻറ്റിജർ പറ്റത്തില്ല, ലോങ് ടു ഇൻറ്റിജർ പറ്റത്തില്ല, ഫ്ലോട്ട് ടു ഇൻറ്റിജർ പറ്റത്തില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. ലോ ലെവൽ ഡേറ്റ ടൈപ്പിൽ നിന്ന് അതിൻ്റെ ഹയർ ലെവലിലേക്ക് ഡേറ്റ ടൈപ്പ് കൺവേർട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഹയർ ലെവൽ ടു ലോ ലെവൽ പറ്റത്തില്ല, ലോ ലെവൽ ടു ഹയർ ലെവൽ പറ്റും. ഫ്ലോട്ട് ടു ഡബിൾ പറ്റും. ഫ്ലോട്ട് എന്ന് ഒരു ഓപ്പറൻറ്റ് ഡേറ്റ ടൈപ്പ് ഫ്ലോട്ട് ആണെങ്കിൽ അതിനെനിക്ക് ഡബിളായിട്ട് കൺവേർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഡബിൾ ടു ഫ്ലോട്ട് പറ്റത്തില്ല. ഒരു ഓപ്പറൻറ്റ് ഡേറ്റ ടൈപ്പ് ഡബിൾ ആണെങ്കിൽ അതിനെ എനിക്ക് ഫ്ലോട്ടായിട്ട് ഒരിക്കലും കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഒരിക്കൽ കൺവേർഷൻ നടക്കുന്നത് ഫ്രം ദ ലോവർ ലെവൽ ടു ഹയർ ലെവലാണ് നടക്കുന്നത്. ഓക്കെ. അപ്പം ഇംപ്ലിസിറ്റ് കൺവേർഷൻ ചെയ്യുന്നത് ബൈ ദ കമ്പൈലറാണ്. അവിടെ പ്രോഗ്രാമർക്ക് ഒരു വോയിസും ഇല്ല, കമ്പൈലർ തന്നെ അത് ചെയ്തോളും. ഇത് കൺവേർഷൻ എന്നൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്, ഒരു അർത്ഥമെറ്റിക് എക്സ്പ്രഷൻ പറയുന്നുണ്ട്. 5/2 into 3 plus 2.5. ഇതൊരു അർത്ഥമെറ്റിക് എക്സ്പ്രഷനാണ്. നമ്മൾ ഓപ്പറേറ്റർ പ്രിസിഡൻസ് പഠിച്ചതാണ്. അങ്ങനെ ഓപ്പറേറ്റർ പ്രിസിഡൻസിനകത്ത് ഇൻ ദിസ് എക്സ്പ്രഷൻ ഏറ്റവും ഹയസ്റ്റ് പ്രിസിഡൻസ് ഉള്ളത് ആർക്കാണ്? ഡിവിഷനാണ്. അത് കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ, അത് കഴിഞ്ഞ് സമ്മേഷൻ അല്ലെങ്കിൽ ആഡിങ്. അപ്പോൾ ഞാൻ ചെയ്യുകയാണ്. സ്റ്റെപ്പ് 1 ആദ്യം നമ്മൾ ചെയ്യുന്നത് 5/2 ആണ്. 5/2 അതിനാണ് ഹയസ്റ്റ് പ്രയോറിറ്റി. ഇവിടെ ശ്രദ്ധിച്ചേ, 5 എന്ന് പറയുന്നതും 2 എന്ന് പറയുന്നതും ഇൻറ്റിജർ ആണ് അല്ലേ. 5/2 എന്ന് പറയുമ്പോൾ ആക്ച്വൽ വാല്യൂ നമുക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടേണ്ടത്? 2.5 ആണ്.
2.5 ആണ്. പക്ഷേങ്കിൽ 5 എന്ന് പറയുന്ന വാല്യൂ 2 എന്ന് പറയുന്ന വാല്യൂ ഇൻറ്റിജർ വാല്യൂ ആണ്. അപ്പോൾ ഇൻറ്റിജർ ഡിവിഷന് നടക്കുകയാണെങ്കിൽ നമുക്ക് ഇൻറ്റിജർ ഔട്ട്പുട്ടും ഇൻറ്റിജറെ കിട്ടത്തുള്ളൂ. അതായത് 2.5 ആണ് ഇതിൻ്റെ ആക്ച്വൽ ആൻസർ എങ്കിലും ഈ 0.5 പാർട്ട് അങ്ങ് ഡിസ്കാർഡ് ചെയ്ത് കളയും. എന്നിട്ട് ഔട്ട്പുട്ട് വിൽ ബി 2. കാരണം എന്താണ്? 5ഉം 2ഉം ഇൻറ്റിജറാണ്. 5ഉം 2ഉം ഇൻറ്റിജർ ആയതുകൊണ്ട് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെ കിട്ടത്തുള്ളൂ? 2 ആയിട്ടേ കിട്ടത്തുള്ളൂ. മനസ്സിലായോ? ഇപ്പോൾ ഇൻറ്റിജർ ഡിവിഷൻ അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടി. അടുത്ത സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2വിനകത്ത് 5/2ൻ്റെ ഔട്ട്പുട്ട് എന്താണ്? 2. അപ്പം 2 സെക്കൻഡ് പ്രയോറിറ്റി മൾട്ടിപ്ലിക്കേഷൻ സിമ്പലിലാണ്. സെക്കൻഡ് പ്രയോറിറ്റി അഡീഷനേക്കാളും മൾട്ടിപ്ലിക്കേഷൻ സിമ്പലാണ്. അപ്പം 2 × 3 എത്ര കിട്ടും? 6. എന്താണത്? ഇൻറ്റിജർ മൾട്ടിപ്ലിക്കേഷനാണ്. ഇൻറ്റിജർ മൾട്ടിപ്ലിക്കേഷൻ. ഇൻറ്റിജർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ. അടുത്ത സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3-ക്കകത്ത് 6 ഇടയില്ലേ? 6 + 2.5. 6 + 2.5. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. 6 എന്ന് പറയുന്നത് ഇൻറ്റിജർ ടൈപ്പാണ്. അവിടെ ഫ്രാക്ഷണൽ പാർട്ടൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് അത് ആ ഡേറ്റ ഇൻറ്റിജർ ടൈപ്പാണ്. 2.5 എന്ന് പറയുന്നത് എന്താണ്? ഫ്ലോട്ട് ടൈപ്പാണ്. 6 എന്ന് പറയുന്നത് ഇൻറ്റിജർ ടൈപ്പും 2.5 എന്ന് പറയുന്നത് ഫ്ലോട്ടുമാണ്. അപ്പം കമ്പൈലർ നോക്കും. ഇതൊരു എക്സ്പ്രഷനാണ്. 6 + 2.5 എന്ന് പറയുന്നൊരു എക്സ്പ്രഷനാണ്. എക്സ്പ്രഷൻ നോക്കുമ്പോഴേക്കും ഓരോ ഓപ്പറൻ്റ് ഇൻറ്റിജർ ടൈപ്പും ഓരോ ഓപ്പറൻ്റ് ഫ്ലോട്ട് ടൈപ്പുമാണ്. അപ്പം കമ്പൈലർ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ലെവലിലുള്ള ഡേറ്റ ടൈപ്പിനെ അതിൻ്റെ ഹയർ ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്യും. അതിനകത്ത് നമ്മൾ പ്രോഗ്രാമർക്ക് ഒരു റോളും ഇല്ല. കമ്പൈലർ തന്നെ അത് കൺവേർട്ട് ചെയ്തോളൂ. ലോ ലെവൽ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻ ദിസ് കേസ് ഇൻറ്റിജർ ഈസ് ദ ലോവസ്റ്റ് ലെവൽ ഡേറ്റ ടൈപ്പാണ്. ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് ലെവൽ. ആസ് കമ്പയർഡ് വിത്ത് ഇൻറ്റിജർ, ഫ്ലോട്ട് എന്ന് പറയുന്നത് ഹയർ ലെവൽ ഡേറ്റ ടൈപ്പാണ്. അപ്പം ഈ 6 എന്ന് പറയുന്ന ഇൻറ്റിജർ ഡേറ്റ ടൈപ്പിനെ കമ്പൈലർ എങ്ങനെയായിട്ട് കൺവേർട്ട് ചെയ്യും? ഫ്ലോട്ടായിട്ട് കൺവേർട്ട് ചെയ്യും. ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ ഫ്രാക്ഷണൽ പാർട്ട് റെപ്രസെൻ്റ് ആയിട്ടാണ് ഫ്ലോട്ട് യൂസ് ചെയ്യുന്നത്. അതറിയാമല്ലോ നമുക്ക്. അപ്പോൾ 6.0 6നെ എങ്ങനെ എടുക്കും? 6.0 ആയിട്ട് കൺവേർട്ട് ചെയ്യും. കമ്പൈലർ ചെയ്തോളൂ. പ്ലസ് 2.5. അപ്പോൾ രണ്ടും ഫ്ലോട്ട് ടൈപ്പായി. ഔട്ട്പുട്ട് വിൽ ബി 8.5. ഔട്ട്പുട്ട് വിൽ ബി 8.5. ഇവിടെ ഫ്രാക്ഷണൽ പോയിന്റ് അഡീഷനാണ്. രണ്ടും ഫ്രാക്ഷണൽ പോയിന്റ് ആണ്. 6.0 + 2.5 ഫ്രാക്ഷണൽ പോയിന്റ് അഡീഷനാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? 6 ഈസ് കൺവേർട്ടഡ് ടു 6.0. 6.0 ഇതാണ് ഇംപ്ലിസിറ്റ് കമ്പയർ. 6നെ ഇൻറ്റിജർ ആയിട്ട് 6 എന്ന വാല്യൂ ഇൻറ്റിജർ വാല്യൂ ആണ്. അതിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? 6.0 ഫ്ലോട്ടായിട്ട് കൺവേർട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഡൺ ബൈ ദ കമ്പൈലർ. ഇവിടെയാണ് ഇംപ്ലിസിറ്റ് കൺവേർഷൻ. ഓക്കെ. അടുത്ത പറയുന്നത് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ. ഇവിടെ കമ്പൈലർ അല്ല ഈ കൺവേർഷൻ എഴുതി ചെയ്യുന്നത്. ഇവിടെ ചെയ്യുന്നത് പ്രോഗ്രാമാണ്. ബൈ ദ പ്രോഗ്രാം. ആരാണോ പ്രോഗ്രാം എഴുതുന്നത് അയാളാണ് ഇവിടെ കൺവേർഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. ഇവിടെയും എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറയുന്ന പേരാണ് ടൈപ്പ് കാസ്റ്റിംഗ് എന്നും പറയും. ടൈപ്പ് കാസ്റ്റിംഗ്.
ഇംപ്ലിസിറ്റിന് ടൈപ്പ് പ്രൊമോഷനും എക്സ്പ്ലിസിറ്റിന് ടൈപ്പ് കാസ്റ്റിംഗ്. ഇറ്റ് ഈസ് ഡൺ ബൈ ദ പ്രോഗ്രാമർ. ഡെഫിനിഷനൊക്കെ സെയിം തന്നെയാണ്. ലോ ലെവൽ ഡേറ്റ ടൈപ്പിന് ഹയർ ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. അത് പ്രോഗ്രാമറാണ് ചെയ്യുന്നതെങ്കിൽ, പ്രോഗ്രാം എഴുതുന്ന ആരാണോ അയാളാണ് പ്രോഗ്രാമർ എന്ന് പറയുന്നത്, അയാളാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറയും. അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു കോഡ് പറയുന്നുണ്ട്. ആദ്യം ഇൻറ്റ് p is equal to 5, q is equal to 2. int p is equal to 5 and q is equal to 2. Float x comma y. Again float x is equal to p by q. x is equal to p by q. പിയും ക്യൂ എന്ന് പറയുന്നത് പിയും ക്യൂവും ഇൻഡിജർ ടൈപ്പാണ്. അതായത് ഇൻഡിജർ നമ്പേഴ്സ് 5, p is equal to 5 and q is equal to 2. x എന്ന് പറയുന്നത് ഫ്ലോട്ട് ടൈപ്പാണ്. x is equal to ഫ്രാക്ഷണൽ നമ്പറാണ് x. മറ്റേ രണ്ടും ഇൻഡിജർ നമ്പറാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? x is equal to p by 2 എന്ന് പറയുമ്പോൾ നമുക്ക് വാല്യൂ 5/2 ആണ്. 5/2. ആക്ച്വൽ വാല്യൂ എന്താണ് കിട്ടേണ്ടത്? 2.5 ആണ് എനിക്ക് കിട്ടേണ്ടത് അല്ലേ? 5/2 എന്ന് പറയുന്നത് 2.5 ആണ്. പക്ഷേ എങ്കിൽ പിയും ക്യൂവും എന്താണ്? ഇൻഡിജർ ടൈപ്പാണ്. ഇപ്പം ഇൻഡിജർ ഡിവിഷൻ നമ്മൾ നടത്തുവാണെങ്കിൽ ഈ ഫ്രാക്ഷണൽ പാർട്ട് ഒരിക്കലും എടുക്കത്തില്ല. അപ്പം നമുക്ക് എങ്ങനെ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ? ഔട്ട്പുട്ട് വിൽ ബി 2 എന്ന് കിട്ടുന്നു. ഓക്കെ, 2.5 ആണ് ആക്ച്വൽ വാല്യൂ. നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് 2.5 എന്നാണ്. പക്ഷേ നമുക്ക് എങ്ങനെ കിട്ടത്തുള്ളൂ? 2 എന്നേ കിട്ടത്തുള്ളൂ. കാരണം അത് ഇൻഡിജർ ഡിവിഷനാണ്. പിയും ക്യൂവും ഇൻഡിജർ വാല്യൂ ആണ്. അപ്പോൾ ഇൻഡിജർ വാല്യൂ ആകുമ്പോഴേക്കേന് അതിൻ്റെ ഔട്ട്പുട്ട് ഫ്രാക്ഷനായിട്ട് വന്നാലും അത് എങ്ങനെ ആ ഫ്രാക്ഷൻ പാർട്ട് അങ്ങ് ഡിസ്കാർഡ് ചെയ്ത് കളഞ്ഞിട്ട് ആ ഇൻഡിജർ പാർട്ട് മാത്രമേ ഔട്ട്പുട്ടായിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കത്തുള്ളൂ. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ നമുക്ക് എന്ത് പറയാം? ടൈപ്പ് കാസ്റ്റിംഗ് ചെയ്യാൻ പറ്റും. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഇങ്ങനെ ചേഞ്ച് ചെയ്താണ്. x is equal to float of p by q. ഇങ്ങനെ ഞാൻ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 5.0/2. പി എന്ന് പറയുന്ന ഇൻഡിജറിൻ്റെ വാല്യൂവിനെ ഞാൻ എന്തോ ആക്കി? ഫ്ലോട്ട് ആക്കി. അപ്പോൾ എന്തായി? 5.0/2 എന്നായി അല്ലേ? അപ്പോൾ കമ്പൈലർ നോക്കും, ആദ്യത്തെ ഓപ്പറൻറ്റ് എന്തുവാ? ഫ്ലോട്ട് ടൈപ്പ്. രണ്ടാമത്തെ ഓപ്പറൻറ്റ് ഇൻഡിജർ ടൈപ്പ്. ഓട്ടോമാറ്റിക്കലി അവിടെ ഇംപ്ലിസിറ്റ് കൺവേർഷൻ നടക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി 2 അങ്ങ് ഫ്ലോട്ടായിട്ടും കൺവേർട്ട് ചെയ്യും. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5.0/2.0 ഇംപ്ലിസിറ്റ് ചെയ്തോളൂ. ഏതെങ്കിലും ഒരു ഓപ്പറൻറ്റ് ഹയർ ലെവലിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 5.0 എന്ന് പറയുന്നത് ഫ്ലോട്ട് ടൈപ്പും 2 എന്ന് പറയുന്നത് ഇൻഡിജർ ടൈപ്പാണ്. ഓക്കെ, അപ്പം എന്തോ സംഭവിക്കും? 5.0/2.0 വാല്യൂ വിൽ ബി 2.5 എന്ന് തന്നെ നമുക്ക് കിട്ടും. ആക്ച്വൽ വാല്യൂ തന്നെ കിട്ടും. ഇതാണ് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ. ഈ പി എ ഞാൻ പറഞ്ഞു കൊടുക്കും, ഏത് ഡേറ്റ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ. എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നെങ്കിൽ നമുക്ക് x is equal to float p by q എന്ന് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാം. x is equal to p by float of q എന്ന് പറയും. ഏതെങ്കിലും ഒരു ഓപ്പറൻറ്റിനെ പിടിച്ച് അങ്ങ് ഫ്ലോട്ട് ആക്കിയാൽ മതി. ഇൻ ദിസ് കേസ് അപ്പോൾ നമുക്ക് വാല്യൂ 2.5 തന്നെ കിട്ടും. ഇതാണ് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ. നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ഏത് ഡേറ്റ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കും. അതിനെയാണ് നമ്മൾ എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ അല്ലെങ്കിൽ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്.
അടുത്ത പറയുന്നത് ടൈപ്പ് കോമ്പാറ്റിബിലിറ്റി. ടൈപ്പ് കോമ്പാറ്റിബിലിറ്റി ടൈപ്പ് കോമ്പാറ്റിബിലിറ്റി ടൈപ്പ് കോമ്പാറ്റിബിലിറ്റി എപ്പോഴാണ് കൊണ്ട് മെയിൻ ചെയ്യുന്നത്? ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ നമ്മൾ പഠിക്കും, തൽക്കാലം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് there are two situation errors. രണ്ട് സിറ്റുവേഷൻസ് എറൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, if the data type of LHS is higher than RHS. അതാണ് ഒരു സിറ്റുവേഷൻ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ഡേറ്റയുടെ ഡേറ്റ ടൈപ്പ് ഹൈ ആയിരിക്കും ആസ് കമ്പയർഡ് ടു റൈറ്റ് ഹാൻഡ് സൈഡ്. ഒരു കോഡ് എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് ഒരു സിറ്റുവേഷൻ. സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സൈസ് ഓഫ് ദി ഡേറ്റ ടൈപ്പ് ഓഫ് LHS വേരിയബിൾ ഈസ് സ്മോളർ ദാൻ ദ സൈസ് ഓഫ് RHS വേരിയബിൾ. ആദ്യം നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം. ഇത് നടക്കുന്ന അസൈൻമെൻറ്റ് ഓപ്പറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ അസൈൻമെൻറ്റ് ഓപ്പറേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് ഡേറ്റ ടൈപ്പ് ഓഫ് RHS of LHS is higher than the RHS. of an expression. ശ്രദ്ധിച്ചു. int a is equal to 5, b is equal to 2. float p, q. p is equal to b. P is equal to b. Q is equal to a by b. ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ചോണം. രണ്ട് വേരിയബിൾ ഉണ്ട്, എയും ബിയും, ഓഫ് ടൈപ്പ് ഇൻറ്റിജർ ആണ്. എയുടെ വാല്യൂ 5 ആണ്, ബിയുടെ വാല്യൂ 2 ആണ്. അടുത്ത ഫ്ലോട്ട് വേറെ രണ്ട് വേരിയബിൾ ഉണ്ട്, പിയും ക്യൂവും. അതിൻ്റെ ടൈപ്പ് ഫ്ലോട്ടും ആണ്. പി ഈസ് ഈക്വൽ ടു ബി, അതായത് ബിയുടെ വാല്യൂ എന്താണോ അത് പിയിലേക്ക് സ്റ്റോർ ചെയ്യാനാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. പി ഈസ് ഈക്വൽ ടു ബി എന്ന് പറയും. ഓക്കെ, ഇപ്പം ബിയുടെ വാല്യൂ എന്താണ്? 2 ആണ്. പറയാൻ മനസ്സിലാവുന്നത് 2 ആണ്. ബി ഈസ് ഈക്വൽ ടു 2 ആണ്. 2 എന്ന് പറയുന്നത് ഇസ് ആൻ ഇൻറ്റിജർ ടൈപ്പാണ്. പക്ഷേ എങ്കിൽ പി എന്ത് ടൈപ്പാണ്? ഫ്ലോട്ട് ടൈപ്പാണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ
ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ സൈസ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന വേരിയബിൾസിൻ്റെ ഡേറ്റ ടൈപ്പ് ഹയർ ആണ് ആസ് കമ്പയർഡ് ടു റൈറ്റ് ഹാൻഡ് സൈഡ്. ഫ്ലോട്ട് ഇത് ബി എന്ന് പറയുന്ന ഇൻറ്റിജറാണ്. 2 എന്ന് കൊടുത്തിരുന്നില്ലേ, ഇൻറ്റിജറിനേക്കാളും ഹയർ ഡേറ്റ ടൈപ്പാണ് ഫ്ലോട്ട്. അപ്പോൾ എന്താ സംഭവം? ആക്ച്വലി ബിയുടെ വാല്യൂ 2 തന്നെയാണ്, ഇൻറ്റിജർ എന്ന് പറയുന്നത് 2 ആണ്. പക്ഷെ പി ആണെങ്കിൽ ഫ്ലോട്ടും ആണ്. അപ്പം ബിയുടെ വാല്യൂ പിയിലേക്ക് നമ്മൾ അസൈൻ ചെയ്യുകയാണ് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുകയാണ്. അപ്പം ബി എന്ന് പറയുന്ന ഇൻറ്റിജറാണ്, പി എന്ന് പറയുന്ന ഫ്ലോട്ട്. കമ്പൈലർ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിയുടെ വാല്യൂ ഇൻറ്റിജർ വാല്യൂവിനെ എങ്ങനെയായിട്ട് മാറ്റും? ഫ്ലോട്ടായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം പി ഈസ് ഈക്വൽ ടു 2 അല്ല സേവ് ചെയ്യുന്നത്, 2.0 ആയിട്ട് സേവ്. പറയുന്നത് മനസ്സിലായോ? കാരണം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന പി എന്ന് പറയുന്ന വേരിയബിൾ ഓഫ് ടൈപ്പ് ഫ്ലോട്ടാണ്. അത് റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ബി എന്ന് പറയുന്ന ഇൻറ്റിജർ ഡേറ്റ ടൈപ്പിനേക്കാളും ഹയർ ഡേറ്റ ടൈപ്പാണ് ഫ്ലോട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബി എന്ന് പറയുന്ന ഈ വാല്യൂവിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? ഫ്ലോട്ടായിട്ട് കൺവേർട്ട് ചെയ്യും, എന്നിട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, ക്യൂ ഈസ് ഈക്വൽ ടു എ ബൈ പി. ക്യൂ എന്ന് പറയുന്ന സ്കിൽ എ ബൈ എ എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. പി എന്ന് പറയുന്നത് എത്രയാണ്? 2.0 ആണ്. നേരത്തെ പറഞ്ഞ അതേ കോൺസെപ്റ്റ് തന്നെയാണ്. ഒരു ഓപ്പറൻറ്റ് ഇൻറ്റിജറും ഒരേ ഓപ്പറൻറ്റ് ഫ്ലോട്ടുമാണ്. ഓട്ടോമാറ്റിക്കലി എന്തോ സംഭവിക്കും? ആ ഇൻറ്റിജർ ഡേറ്റ ടൈപ്പിനെ ഫ്ലോട്ടായിട്ട് കൺവേർട്ട് ചെയ്യും. 5.0 ആയിട്ട് കൺവേർട്ട് ചെയ്തോളൂ. എന്നിട്ട് 5/2.0 എത്ര വാല്യൂ കിട്ടും? ക്യൂ ഈസ് ഈക്വൽ ടു 2.5. ഇതാണ്, ഇത്രയേ ഉള്ളൂ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിടക്കുന്ന വേരിയബിൾ ഡേറ്റ ടൈപ്പ് റൈറ്റ് ഹാൻഡ് സൈഡിനേക്കാളും ഹയർ ആണെങ്കിൽ ആ ഡേറ്റ ടൈപ്പിലേക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന വാല്യൂസ് കൺവേർട്ട് ചെയ്യും. ഇതാണ് പോയിന്റ്. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന എല്ലാം ഫ്ലോട്ടാണ്. അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? ഫ്ലോട്ട് വാല്യൂയിലായിരിക്കും നമുക്ക് വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അടുത്ത പറയുന്നത് size of the data type of LHS is smaller than the RHS of an expression. Smaller than the RHS of an expression. Consider the code. Float A is equal to 2.6. A is equal to 2.6. Int P comma Q. Int P comma Q. P is equal to A. P is equal to A. And Q is equal to A into അപ്പം എ എന്ന് പറയുന്ന ഫ്ലോട്ട് വാല്യൂ ആണ് 2.6. പി എന്ന് പറയുന്നത് പിയും ക്യൂ എന്ന് പറയുന്നത് ഇൻറ്റിജറാണ്. അപ്പം പി ഈസ് ഈക്വൽ ടു എ. ഈ സ്റ്റേറ്റ്മെൻറ്റ് മീൻ ചെയ്യുന്ന എയുടെ വാല്യൂ എന്താണോ അത് പിയിലേക്ക് സ്റ്റോർ ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച്, പി എന്ന് പറയുന്ന ഇൻറ്റിജർ വാല്യൂ ആണ്, എ എന്ന് പറയുന്നത് ഫ്ലോട്ട് വാല്യൂ ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്നത് ലോവർ ലെവൽ ഡേറ്റ ടൈപ്പാണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്നത് ഹയർ ലെവൽ ഡേറ്റ ടൈപ്പ്. ഇൻ ദിസ് കേസ് എയുടെ വാല്യൂ എന്താണ്? 2.6 ആണ്. എ ഈസ് ഈക്വൽ ടു 2.6. പി എന്ന് പറയുന്നത് ഇൻറ്റിജർ വാല്യൂ ആണ്. പി എന്ന് പറയുന്നത് ഇൻറ്റിജർ ഡേറ്റ ടൈപ്പാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ വാല്യൂ പിയിലേക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ പി ഈസ് ഈക്വൽ ടു 2 എന്ന് സ്റ്റോർ ചെയ്തു. കാരണം എന്താണ്? പി ഈസ് ആൻ ഇൻറ്റിജർ ഡേറ്റ
ടൈപ്പ് ആയതുകൊണ്ടാണ്. ഹയർ ലെവൽ ടു ലോ ലെവൽ ഒരിക്കലും കൺവേർഷൻ പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഹയർ ലെവൽ ടു ലോ ലെവൽ ഒരിക്കലും പറ്റത്തില്ല. റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്നത് ഫ്ലോട്ടും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്നത് ഇൻറ്റിജറുമാണ്. അപ്പോൾ എന്തോ സംഭവിക്കും? ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഹയർ ലെവൽ ഡാറ്റ ടൈപ്പാണ് ദാൻ ഇൻറ്റിജർ. മനസ്സിലായോ? അപ്പോൾ എന്താ സംഭവിക്കും? ഈ 0.6 എന്ന് പറയുന്ന പർട്ടിക്കുലർ പാർട്ടിനെ ഞങ്ങൾ ഡിസ്കാർഡ് ചെയ്തിട്ട് എന്തേ സ്റ്റോർ ചെയ്യത്തുള്ളൂ? പി എന്നുള്ള വാല്യൂയെ സ്റ്റോർ ചെയ്യത്തുള്ളൂ. അതുപോലെ എ ഇൻറ്റു 4, എയുടെ വാല്യൂ എത്രയാണ്? 2.6 ആണ് അല്ലേ? 2.6 ദാറ്റ് ഈസ് 2.6 ഇൻറ്റു 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 10.4 ആണ്. 10.4 ആണ്. നമുക്ക് കിട്ടുന്ന ആക്ച്വൽ വാല്യൂ 10.4 ആണ്. പക്ഷേ എങ്കിൽ ക്യൂ എന്ന് പറയുന്ന എന്ത് വാല്യൂ ആണ്? ഇൻറ്റിജർ വാല്യൂ ആണ്. ക്യൂ എന്ന് പറയുന്നത് ഇൻറ്റിജർ വാല്യൂ ആണ്. അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ 10.4 എന്ന് പറയുന്ന പർട്ടിക്കുലർ വാല്യൂവിനെ ക്യൂയിലേക്ക് അസൈൻ ചെയ്യുമ്പോൾ അവിടെ എന്തേ സ്റ്റോർ ചെയ്യത്തുള്ളൂ? 10 എന്ന് പറയുന്ന വാല്യൂവെ സ്റ്റോർ ചെയ്യത്തുള്ളൂ. ഈ 0.4 എന്ന് പറയുന്ന ഫ്രാക്ഷണൽ പാർട്ടിനെ അങ്ങ് ഡിസ്കാർഡ് ചെയ്ത് കളയും. കാരണം ക്യൂ എന്ന് പറയുന്ന വേരിയബിൾ എന്ത് ടൈപ്പാണ്? ഇൻറ്റിജർ ഡേറ്റ ടൈപ്പാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഈ രണ്ട് സിറ്റുവേഷനാണ് എറൈസ് ചെയ്യുന്നത്. ഇതാണ് ടൈപ്പ് കോമ്പാറ്റിബിലിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. അടുത്ത പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ്സ്. സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ് ഇനി പറയുന്നത്. Statements are the smallest executable unit of a program. Statements are the smallest unit, smallest executable unit. Executable unit of a program. ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ലൈൻ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്സിനെ പറയുന്നത് ഇൻസ്ട്രക്ഷൻസ് എന്നും പറയും. എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്സിനെ പറയുന്നത് ഇൻസ്ട്രക്ഷൻസ് എന്നും പറയും. ഏറ്റവും സ്മോളസ്റ്റ് എക്സിക്യൂട്ടബിൾ യൂണിറ്റ് എന്ന് പറയും. പ്രോഗ്രാമിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് എക്സിക്യൂട്ടബിൾ യൂണിറ്റ് എന്ന് പറയുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ആ പ്രോഗ്രാംസിനകത്ത് കിടക്കുന്ന ലൈൻസിനെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയാം, സിമ്പിളായിട്ട് പറഞ്ഞാൽ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത പറയുന്നത് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്. ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പ്രധാനപ്പെട്ട വേറെ ധാരാളം സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് പ്രധാനമായിട്ട് ഇത്ര സ്റ്റേറ്റ്മെൻറ്റ്സ് ആണുള്ളത്. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. അടുത്ത ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്.
ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ് ടു ഡിഫൈൻ ദ ഡേറ്റ യൂസ്ഡ് ഇൻ ദ പ്രോഗ്രാം. ഇറ്റ് ഈസ് യൂസ് ടു ഡിഫൈൻ ദ ഡേറ്റ അല്ലെങ്കിൽ വേരിയബിൾ that is used in the program. അപ്പോൾ പ്രോഗ്രാമിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റയെ നമുക്ക് ഡിഫൈൻ ചെയ്യണം. അതിൻ്റെ ടൈപ്പ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമാണ്, ഇതിന് മുമ്പ് സെക്ഷനിൽ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ക്ലാസ് റൂം ടീച്ചിങ്, അതിനകത്തുള്ളൊരു ഡേറ്റയാണ് ടീച്ചർ. എൻ്റെ ക്ലാസ് ആണെങ്കിൽ ആ ടീച്ചർ എന്ന് പറയുന്ന ഡേറ്റയെ റെഫർ ചെയ്യുന്നത് എൻ്റെ പേരാണ് മാത്യു. ഓക്കെ, ആ ഡേറ്റയ്ക്ക് ഒരു ടൈപ്പ് ഉണ്ട്. മാത്യു എന്ന് പറയുന്ന വേരിയബിളാണ്. ഒരു ഡേറ്റ റെഫർ ചെയ്യുന്ന നെയിമിനെയാണ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ മാത്യു എന്ന് പറയുന്നത് ഒരു വേരിയബിളാണ്. അപ്പം ആ മാത്യു എന്ന് പറയുന്ന ഡേറ്റയ്ക്ക് ഒരു ടൈപ്പ് ഉണ്ടാകും. റിയൽ ലൈഫ് സിറ്റുവേഷനിലാണെങ്കിൽ മെയിൽ എന്നാണ് നമ്മൾ പറയുന്നത്, അല്ല ആണുങ്ങളെല്ലാം മെയിൽ എന്ന് പറയും. അപ്പോൾ ആ മാത്യു എന്ന് പറയുന്ന ഡേറ്റയുടെ ടൈപ്പ് എന്താണ്? മെയിലാണ്. അതുപോലെ തന്നെ ഓരോ പ്രോഗ്രാമിനകത്തും ഡിഫറെൻറ്റ് ഡേറ്റയുണ്ട്. എല്ലാ ഡേറ്റയും ഓരോ ടൈപ്പ് ആയിരിക്കത്തില്ല. അതിനാണ് നമ്മൾ ഡേറ്റ ടൈപ്പ് പഠിച്ചത്, ക്യാരക്ടർ, ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ എന്നൊക്കെ പഠിച്ചത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ എന്ത് ടൈപ്പാണ് നമ്മൾ പറഞ്ഞു കൊടുക്കണം, അതാണ് പറയുന്നത് ഡിക്ലറേഷൻ. അതിന് യൂസ് ചെയ്യുന്നതാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, നിങ്ങൾക്ക് വേരിയബിൾ മാത്രമേ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, വേരിയബിൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ല, ഫംഗ്ഷൻ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് പ്രധാനമായിട്ട് പറയുന്നത് വേരിയബിൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റേ പറയുന്നുള്ളൂ. അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് ഞാൻ പറയുന്നത്. അപ്പം ഒരു പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്ത ഡേറ്റയുടെ ടൈപ്പ് നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇൻറ്റീജർ ആണോ, ഫ്ലോട്ട് ആണോ, ക്യാരക്ടർ ആണോ, ഡബിൾ ആണോ എന്നൊക്കെ നമ്മൾ വോയിഡ് ആണോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പം അതിന് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ പറയുന്നത് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് സിൻടാക്സ്. ജനറൽ സിൻടാക്സ് എല്ലാം കാണാതെ പഠിച്ചേ പറ്റത്തുള്ളൂ. സിൻടാക്സ് എല്ലാ സിൻടാക്സും കാണാതെ പഠിച്ചേ പറ്റത്തുള്ളൂ. ഡേറ്റ ടൈപ്പ് സ്പേസ് ഇട്ടിട്ട് വേരിയബിൾ 1. ഈ ബ്രാക്കറ്റ് ഇടുന്നത് യൂസർ ഡിഫൈൻഡ് ബ്രാക്കറ്റ് ആണെന്ന് കാണിക്കാനായിട്ടാണ് ഈ ആംഗിൾ ബ്രാക്കറ്റ് ഇടുന്നത്. യൂസർ ഡിഫൈൻഡ് വേർഡ്സ് എന്ന് കാണിക്കാനാണ് ഈ ആംഗിൾ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യുന്നത്. കോമ. അടുത്ത സ്ക്വയർ ബ്രാക്കറ്റ്സ് ആണ്. സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓപ്ഷണൽ വാല്യൂ ആണ്. വേണേ എടുക്കാം, വേണ്ട എടുക്കണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഓക്കെ, അപ്പം വേരിയബിൾ 2 കോമ വേരിയബിൾ 3 ഇതാണ് ജനറൽ സിൻടാക്സ്. ഓക്കെ, ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണ് ഓഫ് ഇൻറ്റിജർ ടൈപ്പ്. അപ്പം ഞാൻ എന്താ ആദ്യം പറഞ്ഞു കൊടുക്കണ്ടേ? എ എന്ന് പറയുന്നത് ഇൻറ്റിജർ ടൈപ്പ് ആണല്ലേ. അപ്പോൾ ആദ്യം ഞാൻ അതിൻ്റെ ഡേറ്റ ടൈപ്പ് പറഞ്ഞു കൊടുക്കണം. ഇൻറ്റ് അടുത്ത് ഞാൻ പറയാണ് ഇൻറ്റ് ഓഫ് ഇൻറ്റ് തന്നെയാണ്, ഇൻറ്റിജർ നമ്പർ. എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മൾ സെമിക്കോളം വെച്ചാണ് നമ്മൾ ഡീലിമിറ്റ് ചെയ്യുന്നത്. ഡീലിമിറ്റ് ചെയ്യണം. നമ്മൾ സാധാരണ നമ്മൾ എഴുതുമ്പോൾ ഫുൾ സ്റ്റോപ്പാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഡീലിമിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിമ്പൽ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സെമിക്കോളനാണ്, ഫുൾ സ്റ്റോപ്പ് അല്ല, സെമിക്കോളൻ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ എൻഡാണെന്ന് കാണിക്കാൻ നമ്മൾ ഒരു സെമിക്കോളൻ അവിടെ യൂസ് ചെയ്യണം. ഓക്കെ,
അപ്പം രണ്ട് വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു, എ എന്ന് പറഞ്ഞ് എന്നും പറയുന്നത് രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു അല്ലേ, ഓഫ് ടൈപ്പ് ഇൻറ്റീജറാണ്, രണ്ടും ഇൻറ്റീജറാണ്. അപ്പം നമ്മൾ രണ്ട് വേരിയബിളെ ഡിക്ലെയർ ചെയ്യാൻ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുകയാണ്. നമുക്ക് രണ്ടും എന്ത് ടൈപ്പാണ്? ഇൻറ്റിജർ ടൈപ്പുമാണ്, രണ്ടും ഇൻറ്റിജർ ടൈപ്പുമാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യേണ്ട, ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നമുക്കത് പറഞ്ഞ് കൊടുക്കാം. പക്ഷേങ്കിൽ ആ രണ്ട് വേരിയബിളും സെയിം ടൈപ്പ് ആയിരിക്കണം. ഓക്കെ, അപ്പം എങ്ങനെ പറഞ്ഞു കൊടുക്കാം? ഇൻറ്റ് എ കോമ ബി എന്ന് പറഞ്ഞു കൊടുക്കാം, എ കോമ നം എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എ എന്ന് പറയുന്നത് വേരിയബിൾ നെയിം, അതിൻ്റെ ടൈപ്പാണ് ഇൻറ്റിജർ. വേറെ എക്സാമ്പിൾ പറയാണ്, ഡബിൾ എഫ് എന്ന് പറഞ്ഞു കൊടുക്കുക. എഫ് എന്ന് വേണ്ട, ജി എന്ന് പറയുന്നത്. അപ്പോൾ ഡബിൾ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പും ജി എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ വേരിയബിൾ നെയിമാണ്. ഇത്രയേ ഉള്ളൂ. ഒരു പ്രോഗ്രാമിനകത്തുള്ള ഡേറ്റയുടെ ടൈപ്പ് നമ്മൾ അത് പറഞ്ഞു കൊടുക്കണം, എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റയാണെന്ന് പറഞ്ഞു കൊടുക്കണം. ആ പ്രോസസ്സിനെയാണ് നമ്മൾ വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഒരു പ്രോഗ്രാമിനകത്ത് ഉള്ള ഡേറ്റ എല്ലാം സെയിം ടൈപ്പ് ആയിരിക്കണമെന്നില്ല, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡേറ്റാസ് ആയിരിക്കാം. അപ്പം എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ് ആ പ്രോഗ്രാമിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്നത്, അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ജനറൽ സിൻടാക്സ് ആണ് ഡേറ്റ ടൈപ്പ് വേരിയബിൾ 1, വേരിയബിൾ 2, വേരിയബിൾ 3. ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നമുക്ക് മെനി വേരിയബിൾസ് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. മോർ ദാൻ വൺ വേരിയബിൾസ് ഇറ്റ് ഈസ് പോസിബിൾ ടു ഡിക്ലെയർ മോർ ദാൻ വൺ വേരിയബിൾസ് ഇൻ എ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, ആ വേരിയബിൾസ് എല്ലാം തന്നെ എന്തായിരിക്കണം? ഓഫ് സെയിം ടൈപ്പ് ആയിരിക്കണം. മനസ്സിലായോ? എനിക്ക് ജി ഇവിടെ കൊണ്ട് എഴുതാൻ പറ്റത്തില്ല, കാരണം എന്താണ്? ജി എന്ന് പറഞ്ഞ ഡബിൾ ഡേറ്റ ടൈപ്പാണ്, അതിനെ എനിക്ക് ഇൻറ്റിജറിൻ്റെ കൂടെ കൊണ്ട് എഴുതാൻ പറ്റത്തില്ല, അത് തെറ്റാണ്. ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നമുക്ക് മോർ ദാൻ വൺ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം, പക്ഷേങ്കിൽ ആ വേരിയബിൾസ് എല്ലാം തന്നെ സെയിം ടൈപ്പ് ആയിരിക്കണം. ഇതാണ് വേരിയബിൾ ഡിക്ലറേഷൻ. വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയും. വേരിയബിൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ജനറൽ സിൻടാക്സ് ആണ് ഡേറ്റ ടൈപ്പ് വേരിയബിൾ 1, വേരിയബിൾ 2, വേരിയബിൾ 3 എന്ന് പറയുന്നത്. ജനറൽ സിൻടാക്സ് എല്ലാം പഠിച്ചിരിക്കണം. അടുത്ത പറയുന്നത് വേരിയബിൾ ഇനിഷ്യലൈസേഷൻ. Variable initialization. Variable initialization means storing a value to the variable at the time of variable declaration. നമ്മൾ നേരത്തെ നോക്കിയതാണ് വേരിയബിൾ ഡിക്ലറേഷൻ. ഡേറ്റ ടൈപ്പ് വേരിയബിൾ 1, വേരിയബിൾ 2, വേരിയബിൾ 3, അതാണ് ഡേറ്റ ടൈപ്പ് ഡിക്ലറേഷൻ. അപ്പം നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നു, വേരിയബിൾ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നു. അപ്പം വേരിയബിൾ അനലൈസിസ് ഇസ് ദ പ്രോസസ് ഓഫ് സ്റ്റോറിങ് a value to the variable. At the time of declaration, at the time of variable declaration. At the time of variable declaration.
അതിൻ്റെ ജനറൽ സിൻടാക്സ് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പ് വേരിയബിൾ, ഡാറ്റ ടൈപ്പ് വേരിയബിൾ ഈസ് ഈക്വൽ ടു വാല്യൂ. പറയാം. ഓക്കെ. അല്ലെങ്കിൽ ഡാറ്റ ടൈപ്പ് വേരിയബിൾ വാല്യൂ, ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാം, ഇങ്ങനെ ഇനിഷ്യലൈസ് ചെയ്യാം. ഓക്കെ. ഒരു എക്സാമ്പിൾ ഞാൻ എഴുതുകയാണ്. ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു 8. ഇതിന് എക്സാമ്പിളാണ്. അപ്പോൾ എ എന്നുള്ള വേരിയബിൾ ഡിക്ലെയർ, എ എന്ന് പറഞ്ഞ വേരിയബിൾ നെയിം, അതിൻ്റെ ടൈപ്പാണ് ഇൻറ്റീജർ. എയിലേക്ക് എന്ത് വാല്യൂ സ്റ്റോർ ചെയ്യുന്നു? 8 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. ഇത് സെയിം സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഇങ്ങനെയും പറയാം. ഇൻറ്റ് എ ഓഫ് 8. രണ്ടും സെയിം തന്നെ. ഏത് ഫോം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയുന്നേ ഉള്ളൂ. ഇൻറ്റിജറിൻ്റെ ടൈപ്പ്, ഇൻറ്റിജറിൻ്റെ മെമ്മറി കൺസപ്ഷൻ എന്ന് പറയുന്നത് 4 bytes ആണ്. 4 bytes ഓഫ് മെമ്മറിയാണ് എടുക്കുന്നത്. 4 bytes ഓഫ് മെമ്മറിയാണ് എടുക്കുന്നത്. 1, 2, 3, 4 bytes ഓഫ് മെമ്മറി. കാരണം ഇൻറ്റിജർ 4 bytes ഓഫ് മെമ്മറിയാണ് എടുക്കുന്നത്. അപ്പോൾ 4 bytes ഓഫ് മെമ്മറി നമുക്ക് അലോക്കേറ്റ് ചെയ്യും. എന്നിട്ട് അതിനെന്തോ പേര് ചെയ്യും, എന്തോ അതിൻ്റെ പേര് ആ മെമ്മറി ലൊക്കേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ വേരിയബിൾ നെയിം വെച്ചാണ്. എ എന്നാണ് ആ വേരിയബിൾ നെയിം. ഈ മെമ്മറി ലൊക്കേഷനാണ് ആക്ച്വലി ആ എ എന്ന് പറയുന്ന വേരിയബിൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എ ഈസ് ഈക്വൽ ടു 8. ഈ 4 മെമ്മറി ലൊക്കേഷനിൽ എന്തോ സ്റ്റോർ ചെയ്യും? 8 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യും. ഇതാണ് ആക്ച്വലി അവിടെ നടക്കുന്നത്. ഇതാണ് വേരിയബിൾ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളൊരു വേരിയബിൾ സ്റ്റോർ ചെയ്യുകയാണ് പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് വേരിയബിൾ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത പറയുന്നത് കോൺസ്റ്റ് സ്പെസിഫയർ. const specifier. Const is also an access modifier. It is used to create symbolic constant. Whose value does not change. Does not change. Does not change during the execution of the program. അതായത് കോൺസ്റ്റ് സ്പെസിഫയർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വാല്യൂ ഞാൻ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ
ആ ത്രൂ ഔട്ട് ദ പ്രോഗ്രാം ആ വാല്യൂവിൻ്റെ ആ പർട്ടിക്കുലർ വേരിയബിളിൻ്റെ വാല്യൂ ഒരിക്കലും ചേഞ്ച് ചെയ്യത്തില്ല. അങ്ങനെ പറയാം. ഒരു പർട്ടിക്കുലർ വേരിയബിളിൻ്റെ വാല്യൂ ഞാൻ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ, കോൺസ്റ്റ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്താണ് ഞാൻ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ത്രൂ ഔട്ട് ദ പ്രോഗ്രാം അതിൻ്റെ വാല്യൂ ഒരിക്കലും ചേഞ്ച് ചെയ്യത്തില്ല. ഫോർ എക്സാമ്പിൾ, ഫ്ലോട്ട് pi is equal to 3.14. Float pi is equal to 3.14. Pi is the variable name and 3.14 is the value. ഇങ്ങനെ ഞാൻ ഡിക്ലെയർ ചെയ്താൽ പൈയുടെ വാല്യൂ വേണമെങ്കിൽ നമുക്ക് ആ പ്രോഗ്രാമിനകത്ത് ചേഞ്ച് ചെയ്യാം. പക്ഷെ പൈ നിങ്ങൾക്കറിയാം ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ചേഞ്ച് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ ചെയ്യണം? നമുക്ക് ഈ ഫ്ലോട്ടിൻ്റെ മുമ്പിൽ നമുക്ക് ഈ കോൺസ്റ്റ് എന്ന് പറയുന്ന ആക്സസ് മോഡിഫയർ നമുക്ക് യൂസ് ചെയ്താൽ മാത്രം മതി. കോൺസ്റ്റ് ഫ്ലോട്ട് pi is equal to 3.14. pi is equal to 3.14 എന്ന് ഞാൻ പറഞ്ഞു കൊടുത്താൽ എവിടെയാണ് യൂസ് ചെയ്യുന്നത് ആ പ്രോഗ്രാമിനകത്ത് എന്തായിരിക്കും? പൈയുടെ വാല്യൂ 3.14 തന്നെയായിരിക്കും. നമ്മൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരിക്കലും ആ പൈയുടെ വാല്യൂ ഒരിക്കലും ചേഞ്ച് ചെയ്യത്തില്ല, എറർ എറൈസ് ചെയ്യും. നമ്മൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും നമ്മൾ വാല്യൂ ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ എറർ എറൈസ് ചെയ്യും. പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? എറർ മീൻസ് മിസ്റ്റേക്സ്. അപ്പം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വേരിയബിളിനെ കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ട് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കോൺസ്റ്റ് ആക്സസ് മോഡിഫയർ യൂസ് ചെയ്യാം. അടുത്ത പറയുന്നതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. Assignment operator. It is represented by the symbol equal to. നമ്മൾ നേരത്തെ പറഞ്ഞ സിമ്പിളാണ്. It is used to store a value to a variable. ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. ഒന്ന് വേരിയബിൾ ഈസ് ഈക്വൽ ടു വാല്യൂ, ഒന്ന്. രണ്ട് വേരിയബിൾ 1 ഈസ് ഈക്വൽ ടു വേരിയബിൾ 2. അടുത്ത വേരിയബിൾ is equal to expression. Equal to expression. അടുത്ത വേരിയബിൾ is equal to function. ഓരോന്നിനും എക്സാമ്പിൾ എഴുതാൻ പോകാം. വേരിയബിൾ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ വാല്യൂ എന്ന് വേണമെങ്കിൽ പറയാം. കോൺസ്റ്റന്റ് ആണെന്ന് കോൺസ്റ്റന്റ് പറഞ്ഞു. അപ്പം എ ഈസ് ഈക്വൽ ടു ഇൻറ്റിജർ കോൺസ്റ്റന്റ് ആണ് 10 എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ ആണ് എഴുതുന്നത്. അടുത്ത ഒരു വേരിയബിളിലേക്ക് വേറൊരു വേരിയബിളിന്റെ വാല്യൂ സ്റ്റോർ ചെയ്യും. ഫോർ എക്സാമ്പിൾ ബി ഈസ് ഈക്വൽ ടു എ. ബി എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്. അതിലേക്ക് എന്ത് സ്റ്റോർ ചെയ്യുന്നു? എ എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ എന്താ സ്റ്റോർ ചെയ്യും? 10 എന്നുള്ള വാല്യൂ ആർക്ക് കിട്ടും? ബി കിട്ടും. അടുത്ത സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. എ പ്ലസ് ബി എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷനാണ്, ഒരു എക്സാമ്പിളാണ്. അടുത്ത എസ് ഈസ് ഈക്വൽ ടു S is equal to SQRT of 25. SQRT of 25. തൽക്കാലം ഇത് മനസ്സിലാക്കുക. SQRT എന്ന് പറയുന്നത് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. നിങ്ങൾ ഫംഗ്ഷൻ എന്താണെന്ന് പിന്നെ പഠിക്കും.
തൽക്കാലം മനസ്സിലാക്കുക SQRT സ്ക്വയർ റൂട്ട് SQRT ഓഫ് 25 വേരിയബിൾ ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ. അതിന് എക്സാമ്പിളാണ് SQRT. S ഈസ് ഈക്വൽ ടു S എന്ന് പറയുന്നത് വേരിയബിൾ, SQRT എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതിൻ്റെ വാല്യൂ ആണ് 25. അപ്പം എസ്സിലേക്ക് എന്തോ സ്റ്റോർ ചെയ്യും? 5 എന്നുള്ള വാല്യൂ. അപ്പം അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഈസ് യൂസ് ടു സ്റ്റോർ എ വാല്യൂ ടു എ വേരിയബിൾ. അത് 4-5 ഫോംസ് ഉണ്ട്. വേരിയബിളിലേക്ക് ഒരു കോൺസ്റ്റൻറ്റ് സ്റ്റോർ ചെയ്യുക, അതാണ് A ഈസ് ഈക്വൽ ടു 10. വേരിയബിൾ ഈസ് ഈക്വൽ ടു അനദർ വേരിയബിൾ. ഇപ്പം A എന്നുള്ള വാല്യൂ എങ്ങോട്ട് അസൈൻ ചെയ്തു? B എന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. അടുത്ത എക്സ്പ്രഷൻ C ഈസ് ഈക്വൽ ടു, C എന്ന് പറയുന്ന വേരിയബിൾ, എക്സ്പ്രഷൻ എന്ന് പറയുന്നത് A+B, ആൻഡ് S ഈസ് ദ വേരിയബിൾ. സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞൊരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ, യൂസർ ഡിഫൈൻ ഫംഗ്ഷനൊക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പഠിക്കും. ഈ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് SQRT ഓഫ് 25. അപ്പോൾ SQRT ഓഫ് 25 എന്ന് പറയുന്നത് റിട്ടേൺ ചെയ്യുന്ന അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 ആയിരിക്കും. S ഈസ് ഈക്വൽ ടു 5. ഇതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അടുത്ത ടോപ്പിക്സ് അടുത്ത സെക്ഷനിൽ എടുക്കുന്നതായിരിക്കും. താങ്ക് യു.